നമസ്കാരം. മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മുരളി നെല്ലനാട് എഴുതിയ നോവൽ മർമരം തുടരുന്നു. അധ്യായം 8. സോന. അകത്തു നിന്നൊരു സ്ത്രീ ശബ്ദം വന്നു. അമ്മേ, അച്ഛൻ. മധുചന്ദ്രൻ കാറിന്റെ പിന്നിലെ ഡോർ തുറന്നപ്പോൾ അവൾ ഓടി അടുത്തെത്തി. മോൾ ക്ലാസ്സിന് പോകുന്നതിന് മുൻപ് എത്താനാ അച്ഛൻ രാവിലെ പുറപ്പെട്ടത്. അയാൾ അവളെ ചേർത്തു പിടിച്ചു. അച്ഛന് മോളെ വന്നു കാണാൻ എന്തെല്ലാം നാടകം കളിക്കണം, എന്തൊക്കെ നുണകൾ പറയണം. സിറ്റൗട്ടിൽ നിന്ന് പരിഭവവും ധാർഷ്ട്യവും ഒത്തുചേർത്ത സ്വരം കേട്ടു. അയാൾ അങ്ങോട്ട് നോക്കി. അവിടെ കൈകൾ നെഞ്ചിൽ കെട്ടി തോൾ ചുവരിൽ കൊടുത്ത് സുന്ദരിയായ ഒരു സ്ത്രീ നിൽപ്പുണ്ടായിരുന്നു. 44-നടുത്ത് പ്രായം വരും. ഇരുനിറം. അവളുടെ കണ്ണുകളിലും ചുണ്ടുകളിലും ആരെയും ഭ്രമിപ്പിക്കുന്ന മാദകഭാവമുണ്ടായിരുന്നു. ലേശം തടിച്ചിട്ടാണെങ്കിലും ഇളം മഞ്ഞയും പിങ്കു കളറും ചേർന്ന ചിത്രപ്പണികളുള്ള ബോയിൽ സാരിയിൽ അവളുടെ ശരീരവടിവ് പുറമേ വ്യക്തമായിരുന്നു. മോൾ ആ കവറുകളൊക്കെ എടുത്തോണ്ടു വാ, അച്ഛൻ ചെന്ന് അമ്മയെ തണുപ്പിക്കട്ടെ. മധുചന്ദ്രൻ സിറ്റൗട്ടിലേക്ക് കയറി ചെന്നു. ഓഡിറ്റെന്ന കള്ളപ്പേര് പറഞ്ഞാവും മധുസാറ് ഭാര്യയെ വെട്ടിച്ചു വന്നതെന്നറിയാം. ഓരോ തവണ വരുമ്പോഴും ഇത് ആവർത്തിക്കണോ വരതേ? അവൾ ചുണ്ടുകൊണ്ട് ഒരു പരിഹാസഭാവം കാണിച്ചു. ഒരു മുന്നറിയിപ്പുമില്ലാതെയുള്ള വരവാണല്ലോ, അല്ലെങ്കിൽ ഞാനോ മോളോ 4-5 തവണ വിളിക്കണം. നീ വാ. അവളുടെ വീതിയുള്ള ചുമലിൽ കൈവച്ച് അയാൾ അകത്തേക്ക് നടത്തിച്ചു. ഞാൻ ഓഫീസിൽ പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. ഇപ്പോഴേ ഇറങ്ങിയാലേ സമയത്തിനവിടെ എത്തൂ. മധുസാറ് വരുന്ന വിവരം അറിയിച്ചിരുന്നെങ്കിൽ ലീവ് എടുക്കാമായിരുന്നു. ഇതെന്തായാലും സർപ്രൈസായി പോയി. അതിനുള്ള സാവകാശം കിട്ടിയില്ല. ഇന്നലെ രാത്രിയാ ഇങ്ങോട്ടൊന്ന് വരണമെന്ന് തോന്നിയത്. അവൾ ഗൂഢമായി അയാളുടെ മുഖത്തേക്ക് നോക്കി. എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ മോളുടെ കല്യാണത്തിന് കുറച്ചു ദിവസം മാത്രമുള്ളപ്പോൾ എന്നെ കാണണമെന്നൊരു മോഹമുണ്ടാവില്ലായിരുന്നു. അവളുടെ ചൊടികളൊന്ന് തുടിച്ചു. വരദ ഓഫീസിൽ വിളിച്ച് 2 ദിവസത്തെ ലീവ് പറ. സോന കവറുകളുമായി അകത്തേക്ക് വന്നു. കേട്ടോടി മോളെ, നിന്റെ അച്ഛൻ 2 ദിവസം ഇവിടെ ഉണ്ടെന്ന്, അതും തിരക്കു പിടിച്ച ദിവസങ്ങൾക്കിടയിൽ. അതിന് അച്ഛൻ വന്നാൽ 2-3 ദിവസം കഴിഞ്ഞല്ലേ പോകാറ്? പിന്നെ ലേ ചേച്ചിയുടെ കല്യാണത്തിന് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, സോന പറഞ്ഞു. അച്ഛൻ വന്നെന്ന് കരുതി നീ കോച്ചിങ് ക്ലാസ് മുടക്കണ്ട. അച്ഛനെയും കൂട്ടി വാ, ഞാൻ കാപ്പിയെടുക്കാം. വരദ തിരക്കിട്ട് അകത്തേക്ക് പോയി. സോന കവറുകൾ തീപ്പോയിൽ വെച്ചു. അച്ഛൻ വാ. അവൾ അയാളുടെ കൈ പിടിച്ച് ഡൈനിങ് ഹാളിലേക്ക് നടത്തിച്ചു. വലുതല്ലെങ്കിലും ഭംഗിയുള്ള ഡൈനിങ് ഹാളായിരുന്നു അത്. ചുവരുകളിൽ പെയിന്റിംഗ് തൂക്കിയിട്ടുണ്ട്. 4 പേർക്കിരിക്കാവുന്ന ഗ്ലാസ് പതിച്ച ടേബിൾ. മധുചന്ദ്രൻ കൈകഴുകി വന്നിരുന്നപ്പോൾ വരദ 2 പ്ലേറ്റുകൾ വെച്ച് ഇഡ്ഡലിയും ചട്നിയും വിളമ്പി. സോന അയാൾക്കടുത്തിരുന്നു. വല്ലപ്പോഴും കിട്ടുന്ന അച്ഛൻ്റെ സാന്നിധ്യം ആഹ്ലാദമായി അവളുടെ മുഖത്ത് പ്രകാശിച്ചുകൊണ്ടിരുന്നു. ലേ ചേച്ചിയുടെ കല്യാണത്തിന് ഞങ്ങൾ വന്നാൽ എന്താ അച്ഛാ കുഴപ്പം? അമ്മ അതിന് സമ്മതിക്കുന്നില്ല. എനിക്കു കല്യാണം കാണാൻ ആഗ്രഹമുണ്ട്. അച്ഛൻ അമ്മയോടൊന്നു പറയാമോ? ഞങ്ങൾ ആരാന്ന് അവിടെ ആരോടും പറയാതിരുന്നാൽ പോരെ? ഒരുപാട് പേര് കൂടുന്ന സ്ഥലമല്ലേ? സോന കൊച്ചുകുട്ടിയെ പോലെ ടേബിളിലിരുന്ന അയാളുടെ കൈ പിടിച്ചുലച്ചു. ഞാൻ നിങ്ങളെ ക്ഷണിച്ചതല്ലേ മോളെ. നിന്റെ അമ്മ താല്പര്യം കാട്ടാതിരുന്നാ ഞാനെന്തു ചെയ്യാനാ? വരദ ടേബിളിൽ 2 കൈമുട്ടുകളും കുത്തി മടക്കി വെച്ച കൈവിരലുകളിൽ താടി കൊടുത്തിരുന്നു. അച്ഛൻ പറഞ്ഞില്ലേ അമ്മേ? അത്തരം മോഹങ്ങളൊന്നും നമുക്ക് വേണ്ടെന്ന് നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. നമുക്കങ്ങനെ ബന്ധക്കാരോ സ്വന്തക്കാരോ ഇല്ല. പരസ്പരം തിരിച്ചറിയാത്തതൊന്നും ബന്ധവും സ്വന്തവുമല്ല. അതിന് നീ തുള്ളുകയും വേണ്ട. കടുത്ത സ്വരത്തിൽ വരദ പറഞ്ഞു. മധുചന്ദ്രൻ പ്രതികരിച്ചില്ല. കഴിച്ചെങ്കിൽ എഴുന്നേറ്റു വാ, നിന്നെ കോച്ചിങ് സെന്ററിൽ കൊണ്ടുവിടാം. വരദ എഴുന്നേറ്റുപോയി. യദുവേട്ടൻ നാട്ടിലെത്തിയല്ലേ അച്ഛാ? അത് മോളെങ്ങനെ അറിഞ്ഞു? യദുവേട്ടൻ്റെ വീഡിയോ കണ്ടു. ലേ ചേച്ചിയും വീഡിയോയിൽ ഉണ്ട്. ഞാൻ യദുവേട്ടൻ്റെ എല്ലാ വീഡിയോയും മുടങ്ങാതെ കാണും. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജും അയക്കും. അതിന് യദുവേട്ടൻ മറുപടിയും തരും. അയാൾ അവളെ പകച്ചു നോക്കി. അവൾ ചിരിച്ചു. അച്ഛൻ പേടിക്കണ്ട, ഞാൻ അനിയത്തിയാണെന്ന് പറഞ്ഞിട്ടില്ല. യദുവേട്ടൻ്റെ വലിയ ഫാൻ. എനിക്ക് ഏട്ടന്മാരില്ല. കുഞ്ഞാറ്റയെപ്പോലെ എന്നെയും അനിയത്തിക്കുട്ടിയായി കാണാമോന്ന് ഞാൻ മെസ്സേജ് ഇട്ടു. മെസ്സേജ് കണ്ടിട്ട് വിളിക്കാൻ പറഞ്ഞു.
ഇൻസ്റ്റാഗ്രാമിൽ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചു. അന്നേരം യദുവേട്ടൻ മണാലിയിലായിരുന്നു. കുറേ സംസാരിച്ചു. വീട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞു. സോനമോൾ എൻ്റെ അനിയത്തിക്കുട്ടിയാന്ന് പറഞ്ഞപ്പോൾ സങ്കടം വന്നു. അയാൾ അവളുടെ ശിരസ്സു തഴുകി. അമ്മയോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ മെസ്സേജ് കണ്ട ഉടൻ യദുവേട്ടൻ മറുപടി തരും. കുഞ്ഞാറ്റയുടെ കല്യാണത്തിന് എല്ലാവരെയും വീഡിയോയിൽ ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ വന്നാൽ ഞാൻ യദുവേട്ടൻ്റെ ഫാനാണെന്ന് പറയാലോ. യദുവേട്ടൻ്റെ കൂടെ നിന്ന് ഒരു സെൽഫിയും എടുക്കാം. ഏട്ടൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ എനിക്കെന്നും കാണാമല്ലോ. അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലെന്ന് അയാൾ മനസ്സിലുരുവിട്ടു. ആ ഒരു കൂടിക്കാഴ്ച മതി കൂടുതൽ സൗഹൃദത്തിലേക്ക് വഴി തുറക്കാൻ. മോളെ മാത്രം കൊണ്ടുപോകാൻ അച്ഛനെങ്ങനെ കഴിയും? അയാൾ നിസ്സഹായത പ്രകടിപ്പിച്ചു. ഞാൻ അമ്മയെക്കൊണ്ട് സമ്മതിപ്പിക്കും. അവളുടെ ഉറച്ച വാക്കുകൾ അയാളുടെ ഉള്ളിൽ പ്രകമ്പനമുണ്ടാക്കി. അവൾ എഴുന്നേറ്റു ചെന്ന് കൈ കഴുകിയിട്ട് ബാഗ് എടുക്കാൻ റൂമിലേക്ക് പോയി. കാറിൻ്റെ കീയുമായി വരദ വന്നു. സാരി മാറിയില്ലെങ്കിലും അവൾ നന്നായി ഒരുങ്ങിയിരുന്നു. കടക്കണ്ണുകൊണ്ട് ഒരു നോട്ടം അയാളുടെ മുഖത്ത് വീണു. ഞാൻ അവളെ കൊണ്ടുവിട്ടിട്ട് വരാം. ചായക്കപ്പ് എടുത്തുകൊണ്ട് അയാൾ ശിരസനക്കി. ബാഗുമായി സോന വന്നു. ബൈ അച്ഛാ. അച്ഛനോട് യാത്ര ചോദിച്ച് പഠിക്കാൻ പോകുന്നതിൻ്റെ സുഖം അനുഭവിക്കുകയായിരുന്നു അവൾ. വരദയും സോനയും പുറത്തേക്ക് പോയി. കാർ സ്റ്റാർട്ടാവുന്ന ശബ്ദം അയാൾ കേട്ടു. കൈ കഴുകിയിട്ട് മധുചന്ദ്രൻ സ്റ്റെയർകേസ് കയറി മുകളിൽ ചെന്നു. ബാൽക്കണിയിലെ ചെയറിൽ അയാളിരുന്നു. മധുവിന് മകൾ ഒന്നല്ലേയുള്ളൂ എന്ന് പറയുന്ന ഏട്ടന്മാർ, മോളുടെ വിവാഹം എന്തിനു ധൃതി പിടിച്ച് നടത്തുന്നു എന്ന് ചോദിക്കുന്ന സുജാത, 3 വയസ്സിൻ്റെ ഇളപ്പത്തിൽ ഒരു പെൺകുട്ടിയെ കൂടി തനിക്ക് കെട്ടിച്ചുവിടാനുണ്ടെന്ന് അവരാരും അറിയുന്നില്ല. ജീവിതത്തെ വരിഞ്ഞു മുറുക്കിയ ഒരു ബന്ധമാണ് വരദയുമായിട്ടുള്ളത്. 20 വർഷം ആരും അറിയാതെ അത് ഒളിപ്പിച്ചു വെച്ചു. കോഴിക്കോട് ജവഹർ നഗറിൽ ജോലി ചെയ്യുന്ന സമയം. യദുവിന് 5ഉം ലയയ്ക്ക് 2 വയസ്സ് പ്രായം. സുജാതയ്ക്ക് ജോലി കിട്ടിയ സമയമായതിനാൽ അവളും കുട്ടികളും നാട്ടിൽ തന്നെയായിരുന്നു. പത്തനംതിട്ടയിൽ നിന്ന് ട്രാൻസ്ഫറായി വരദ തൻ്റെ ഓഫീസിൽ എത്തുന്നു. ആദ്യ സമയത്തൊക്കെ അവളുമായി ഒരടുപ്പവുമില്ലായിരുന്നു. ഒരു ഫംഗ്ഷനോടനുബന്ധിച്ച് ഒരു മ്യൂസിക് പ്രോഗ്രാം വെച്ചു. മൈക്ക് കിട്ടിയാൽ പാടുക എന്നത് ഒരു ഹരമായിരുന്നു തനിക്ക്. ജീവിതത്തിൽ നിരാശപ്പെട്ടിട്ടുള്ളത് ശാസ്ത്രീയമായി സംഗീതം പഠിക്കാത്തതിലായിരുന്നു. ആ നിരാശ മനസ്സിലിരിക്കെയാണ് കോഴിക്കോട്ടെത്തുന്നത്. സംഗീതപ്രേമികളുടെ ലോകം. വരദ പാടുമെന്ന് ആരോ പറഞ്ഞറിഞ്ഞു. അങ്ങനെയാണ് കൂടെ അവളെയും കൂട്ടിയത്. റിഹേഴ്സലിൻ്റെ സമയത്തു തന്നെ തള്ളിമാറ്റാൻ കഴിയാത്ത വിധം ഒരു പ്രവാഹമായി വരദ മനസ്സിനെ കീഴ്പ്പെടുത്തി കളഞ്ഞു. ആ പ്രോഗ്രാമിൽ ഒന്നിച്ചു പാടി. അതവിടം കൊണ്ട് അവസാനിക്കുകയായിരുന്നില്ല. വിശ്വസ്തയായ ഭാര്യയും 2 പിഞ്ചു കുട്ടികളും ഉണ്ടെന്ന ബോധം കൈവിടാതെ പിടിച്ചു നിന്നു. പക്ഷേ തന്നിൽ വന്നു ചേരാൻ വ്യഗ്രത പൂണ്ടത് വരദയായിരുന്നു. ഒരു കുടുംബമുണ്ടെന്നു പറഞ്ഞതൊന്നും അവൾ ചെവിക്കൊണ്ടില്ല. രാത്രികാലങ്ങളിൽ പുലരും വരെയുള്ള ഫോൺ കോൾ. വശീകരണ ശക്തിയുള്ള സ്വരമായിരുന്നു അവളുടേത്. ഒരവധി ദിവസം അവൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ക്ഷണിച്ചു. മനസ്സ് അരുതെന്ന് വിലക്കിയിട്ടും പോകാതിരിക്കാനായില്ല. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് വരദയ്ക്ക് 1 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു മകൾ ഉണ്ടെന്ന്. കുഞ്ഞിനെ ഗർഭം കൊണ്ട് 7 മാസം കഴിയുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് ഭർത്താവ് മരിക്കുകയായിരുന്നു. ഭർത്തൃബന്ധുക്കളായി ആരുമില്ല. അവൾക്ക് ആകെ ഉണ്ടായിരുന്നത് അമ്മ മാത്രമായിരുന്നു. മധുചന്ദ്ര, വരദയ്ക്ക് നോക്കാനൊന്നുമില്ല, അവൾ തലയിലാവും എന്ന് മനസ്സു പറയുമ്പോഴും കൈവിട്ടു കളയാൻ കഴിയാത്ത ആ നിറയൗവനത്തിനായി ഉടൽ തിളച്ചു. ഒരു കാന്തം പോലെ അവൾ വലിച്ചടുപ്പിക്കുകയായിരുന്നു. മകളുടെ 1ാം പിറന്നാളിന് ഓഫീസിൽ നിന്ന് തന്നെ മാത്രം വരദ ക്ഷണിച്ചു. വൈകിട്ട് അവിടെ എത്തുമ്പോൾ അതിഥികളായി ആരും ഉണ്ടായിരുന്നില്ല. അവളും മകളും അമ്മയും മാത്രം. കേക്ക് മുറിക്കലും ഭക്ഷണവും കഴിഞ്ഞപ്പോൾ രാത്രിയായി. പോകാൻ തുനിഞ്ഞ തന്നെ അവൾ തടഞ്ഞു. അവൾക്ക് ഭാര്യ എന്ന പദവിയല്ല വേണ്ടിയിരുന്നത്. തനിക്കൊരു പുരുഷനുണ്ടെന്ന ആത്മബന്ധം മാത്രമാണെന്ന് പറഞ്ഞു. ഒരിക്കലും തൻ്റെ കുടുംബത്തിന് ഭീഷണിയാവില്ലെന്ന് ഉറപ്പു പറഞ്ഞു. മനസ്സും ശരീരവും അദമ്യമായി കൊതിക്കുമ്പോഴാണ് മനുഷ്യൻ്റെ ചിന്താമണ്ഡലം ഇരുളടഞ്ഞു പോകുന്നത്. അവൾ കവർന്നെടുത്ത വിരലുകൾ അടർത്തി പോകാൻ തോന്നിയില്ല. അതിലൂടെ പാഞ്ഞത് ആസക്തിയുടെ വൈദ്യുത പ്രവാഹമായിരുന്നു.
വരദ നെഞ്ചിലേക്ക് അമർന്നു നിന്നു. കൈകൾ അവൾ പിൻകഴുത്തിൽ ചുറ്റിപ്പിടിച്ച് മുഖം അടുപ്പിച്ചു. ഓർക്കുമ്പോൾ ഇന്നും സിരകളിൽ തീ പടരും. അന്നു മാത്രമല്ല, വരദയ്ക്കൊപ്പം കഴിഞ്ഞ ഓരോ നിമിഷവും. പെണ്ണ് ദാഹിയാകുമ്പോഴാണ് പുരുഷൻ അഗ്നിയാവുന്നത്. ഏതൊരു പുരുഷനെയും അവൾ കാണാച്ചരടിൽ ബന്ധിച്ചു നിർത്തുന്നത് അതൊന്നുകൊണ്ട് മാത്രമാണ്. അന്ന് അവിടെ വെച്ച് തുടങ്ങുകയായിരുന്നു വരദയുമായിട്ടുള്ള ബന്ധം. ഓഫീസിൽ ചില സംസാരങ്ങൾ ഉണ്ടായത് മനസ്സിലാക്കി താൻ കണ്ണൂർ ഓഫീസിലേക്ക് പോയി. പിന്നെയുള്ള താമസം വരദയ്ക്കൊപ്പമാണെന്ന സത്യം സുജാത അറിഞ്ഞില്ല. ക്വാർട്ടേഴ്സിൽ സഹികെട്ട് ദിവസങ്ങൾ കഴിച്ചു കൂട്ടുകയാണെന്ന് വിശ്വസിച്ചു. 5 ദിവസം വരദയ്ക്കും അവളുടെ കുട്ടിക്കുമൊപ്പം, 2 ദിവസം സുജാതയ്ക്കും കുട്ടികൾക്കും ഒപ്പം. താനാണ് അച്ഛനെന്ന് വരദ കുട്ടിയെ വിശ്വസിപ്പിച്ചു. 1 വയസ്സുമുതൽ കണ്ടു വളർന്നത് കുഞ്ഞിന് എന്തു സംശയമുണ്ടാവാനാണ്? അവൾ തന്നെ അച്ഛനെന്ന് വിളിച്ചു വളർന്നു. സോനയെ സ്കൂളിൽ ചേർക്കുമ്പോൾ വരദ പിതാവിൻ്റെ സ്ഥാനത്ത് എഴുതിയത് മധുചന്ദ്രൻ എന്നായിരുന്നു. അതൊരു അഴിയാക്കുരുക്കു തന്നെയായിരുന്നു. സുജാതയെപ്പോലെ ഒരു പെണ്ണായിരുന്നില്ല വരദ. അവൾ കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ് ഓരോ ചുവടും മുന്നോട്ട് വച്ചത്. അവൾ താമസിച്ച സ്ഥലങ്ങളിലൊക്കെ അയൽക്കാരും നാട്ടുകാരും മനസ്സിലാക്കിയത് താൻ അവളുടെ ഭർത്താവാണെന്നാണ്. സീനിയർ ഓഡിറ്ററായി താൻ തിരുവനന്തപുരത്ത് തിരിച്ചെത്തുമ്പോഴാണ് പന്തളത്ത് വീട് വാങ്ങി താമസിക്കാനുള്ള തീരുമാനം അവളെടുത്തത്. അതിനിടയിൽ അവളുടെ അമ്മയും മരിച്ചു. 100 കിലോമീറ്റർ ദൂരം, 2 മണിക്കൂർ യാത്ര. അതായിരുന്നു പന്തളത്ത് താമസിക്കാൻ അവളെ പ്രേരിപ്പിച്ചത്. രാവിലെ വന്നു വൈകിട്ട് തനിക്ക് മടങ്ങിപ്പോകാം. 2-3 ദിവസങ്ങൾ നിൽക്കുന്നെങ്കിൽ ഓഡിറ്റിങ്ങിൻ്റെ പേര് പറയാം. തിരിച്ചറിവ് വന്ന സമയത്താണ് മകളോട് വരദ അമ്മയ്ക്ക് പറ്റിപ്പോയ തെറ്റിനെപ്പറ്റി പറഞ്ഞത്. അച്ഛനും ഭാര്യയും 2 കുട്ടികളുമുണ്ട്. ഒന്നിച്ചൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്നേഹിച്ചു പോയതാണ്. തമ്മിൽ പിരിയാൻ പറ്റില്ലെന്ന് വന്നപ്പോൾ ക്ഷേത്രത്തിൽ വെച്ച് മാലയിട്ട് വിവാഹം കഴിച്ചു. പക്ഷേ ആ വിവാഹത്തിന് നിയമസാധുതയില്ല. പിന്നെ നീ ജനിച്ചു. ആ 2 മക്കളെയും പോലെയാണ് അച്ഛനു നീയും. സോന എന്ന് നിനക്ക് പേരിട്ടത് തന്നെ അച്ഛനാ. നീ സ്വർണം പോലെ അച്ഛന് തോന്നിയിട്ടല്ലേ ആ പേരിട്ടത്. ഇത് വരദ തന്നോട് പറഞ്ഞതായിരുന്നു. സത്യത്തിൽ കുഞ്ഞിലേ അവൾ മകൾക്കിട്ട പേർ തന്നെ അതായിരുന്നു. മധുചന്ദ്രനെ ഓർമ്മകളിൽ നിന്നുണർത്തിക്കൊണ്ട് സെൽ റിങ് ചെയ്തു. അയാൾ സെല്ലെടുത്തു. സുജാതയുടെ കോളായിരുന്നു. ഹലോ, മധുവേട്ടൻ എവിടെ എത്തി? ചേർത്തല കഴിഞ്ഞതേയുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിന് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഞങ്ങൾ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് കയറുകയാ. എല്ലാവരുമുണ്ട്. ആയിക്കോട്ടെ, കുടുംബത്തിലെ എല്ലാവരെയും ഓർത്തു വെച്ച് വേണം ഡ്രസ്സ് എടുക്കാൻ. ശരി മധുവേട്ടാ. ബില്ല് പേ ചെയ്യും മുമ്പ് എന്നെ വിളിക്കണം. ഒരു കാരണവശാലും യദുവിനെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. അവൻ ഇക്കാര്യം എന്നോട് പറഞ്ഞതാ. അത് മനസ്സിലാക്കിയാ ഞാൻ മുൻപേ പറയുന്നത്. അവളെ കെട്ടിച്ചുവിടുന്ന മുഴുവൻ ചെലവുകളും എനിക്കു തന്നെ ചെയ്യണം. താൻ ഫോൺ വച്ചോ. മധുചന്ദ്രൻ കോൾ കട്ട് ചെയ്തു. അയാൾ റൂമിൽ വന്നിട്ട് ബാത്റൂമിൽ കയറി ഫ്രഷായി പുറത്തു വന്നതും വരദ അകത്തേക്കു കയറി വന്നതും ഒന്നിച്ചായിരുന്നു. അലമാര തുറന്ന് ഷർട്ടെടുത്ത് ധരിക്കാൻ അയാൾ തിരിഞ്ഞതും അവൾ അയാളെ മുറുകെ കെട്ടിപ്പുണർന്നു. മുഖം നെഞ്ചിൽ ചേർത്ത് ചുണ്ടുകൾ അമർത്തി നിന്നു. മധുചന്ദ്രൻ അവളെ പൊതിഞ്ഞു പിടിച്ചു. ഒന്നു കാണാൻ ഇന്നലെ രാത്രി ഞാൻ കൊതിച്ചതായിരുന്നു. മോളുടെ വിവാഹം കഴിയാതെ ഇങ്ങോട്ട് ഉണ്ടാവില്ലെന്ന് ഞാൻ കരുതി. ഹൃദയത്തിൽ ചുണ്ടുവെച്ച് പറയുകയായിരുന്നു അവൾ. മധുചന്ദ്രൻ അവളെ ബെഡിൽ കൊണ്ടുപോയി ഇരുത്തി. അവൾ അയാളെ കൊണ്ട് ബെഡിലേക്ക് ചാഞ്ഞു. മധുചന്ദ്രൻ്റെ കൈത്തണ്ടയിൽ തലവെച്ച് വരദ അയാളുടെ നെഞ്ചിലൂടെ വിരൽ വായിച്ചു. 2 ദിവസം കഴിഞ്ഞേ പോകുന്നു എന്ന് പറഞ്ഞത് സത്യമാണോ? ഞാൻ വിശ്വസിച്ചിട്ടില്ല. 2 ദിവസം നിന്റെ കൂടെ കഴിയാൻ തന്നെയാ ഞാൻ വന്നത്. വരദ അയാളുടെ മുഖം പിടിച്ച് ചെരിച്ച് കവിളിൽ അമർത്തി ചുംബിച്ചു. ചൂടുള്ള അവളുടെ നിശ്വാസം മധുചന്ദ്രൻ്റെ മുഖമാകെ പടർന്നു. എന്തായാലും എൻ്റെ ആ വാക്കു കേൾക്കാൻ മധുസാറു തയ്യാറായി. മോളുടെ വിവാഹം നടത്താൻ തീരുമാനമെടുത്തല്ലോ. നീ വാശി പിടിച്ചിട്ട് തന്നെയാ ഞാനതിനു തയ്യാറായത്. എന്തുകൊണ്ടോ ഭാഗ്യത്തിന് സാഹചര്യവും അനുകൂലമായി. മോൾ എതിർത്തില്ലേ? അതുണ്ടാവാതിരിക്കോ? പയ്യൻ വന്ന് കണ്ടപ്പോൾ എതിർപ്പ് കുറഞ്ഞു. സോനയ്ക്ക് വയസ്സ് 20ആയി. കാര്യങ്ങളുടെ ഗൗരവം മധുസാറിനറിയാലോ. ആദ്യത്തെ മകളെ കെട്ടിച്ചു വിട്ടാലേ തൊട്ടടുത്ത മകൾക്കൊരാലോചന വരുമ്പോൾ നിലയ്ക്കും വിലയ്ക്കും വിവാഹം കഴിപ്പിച്ച് അയക്കാൻ പറ്റൂ. അതിനുവേണ്ടിയാ ഞാൻ ഈ തിടുക്കമൊക്കെ കാണിച്ചത്. അയാൾ തണുത്തുറഞ്ഞു.
എന്നും മനസ്സിനെ വിറങ്ങലിപ്പിക്കുന്നത് ആ യാഥാർത്ഥ്യമാണ്. സോനയുടെ വിവാഹം കഴിഞ്ഞാൽ മൂടിവെച്ച സത്യങ്ങൾ പുറത്തുവരും. ഇതുവരെ അമ്മയും മകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഒരു ചെറുപ്പക്കാരൻ കൂടി കടന്നു വന്നാൽ അവൻ ഭാര്യയുടെ പിതാവിൻ്റെ വഴി തേടി വരും. സോന തൻ്റെ മകളല്ലെന്ന് വെളിപ്പെടുത്തേണ്ടി വരും. വരദ പിന്നെ ശത്രുവായിട്ടേ തന്നെ കാണൂ. അവൾ കൈ ചുറ്റി അയാളെ ഒന്നുണർത്താൻ ശ്രമിച്ചു. എന്ത് സ്ത്രീധനമാ മധുസാറ് മോൾക്ക് കൊടുക്കുന്നത്? 150 പവനും ഒരു കാറും പിന്നെ 1.5 ഏക്കർ പറമ്പും. അത് കുറച്ച് കൂടുതലാ. പിന്നെ മധുസാറിന് വലിയ ബാധ്യതയാവില്ല. സുജാതയുടെ കയ്യിലുണ്ടാവുമല്ലോ. മധുസാറ് അവളുടെ പണം വെച്ച് വേണം കാര്യങ്ങൾ നടത്താൻ. ഒരു പയ്യൻ ഇതിന് പണച്ചെലവൊന്നും ഇല്ലല്ലോ. സുജാതയുടെ ബാങ്ക് ബാലൻസ് എനിക്കറിയാം. അവളുടെ ഷെയർ വിറ്റു കിട്ടിയ 1,10,00,000 രൂപ കൊണ്ടാ വീട് വെച്ചത്. പിന്നെ അവൾക്കുള്ളത് 50 പവൻ്റെ ആഭരണങ്ങളാ. അത് ചോദിക്കുന്നത് എനിക്ക് അപമാനമാ. അമ്മയുടെ ആഭരണങ്ങളെടുത്ത് മോളെ അയക്കേണ്ട ഗതികേടിന് ഞാനില്ല. 100 പവനിൽ കൂടുതൽ കൊടുക്കാനേ പാടില്ലായിരുന്നു. ഭൂമിയും 1 ഏക്കറിൽ നിർത്തണമായിരുന്നു. അയാൾ മിണ്ടിയില്ല. ഇതൊക്കെ പറയാൻ ഞാനാരാ, അല്ലേ? എങ്കിലും ചോദിക്കുക, ഞാൻ അറിയാത്ത സമ്പാദ്യം വേറെയുണ്ടോ? എൻ്റെ അക്കൗണ്ടിൽ എന്തുണ്ടെന്ന് സുജാതയ്ക്കിപ്പോഴും അറിയില്ല. പക്ഷേ വരദയ്ക്കറിയാം. ഈ വീടും 18 സെൻറ്റ് ഭൂമിയും നിനക്ക് വാങ്ങിത്തരാൻ ഞാൻ ചെലവിട്ട തുക എടുത്തു പറയണ്ടല്ലോ. ഈ കല്യാണം നടത്തണമെങ്കിൽ 50 ലക്ഷം രൂപ കൂടി വേണ്ടിവരും. അതും ഞാൻ മനസ്സിൽ കണ്ട കുറച്ചു കാശുകൂടി കയ്യിൽ വന്നു ചേർന്നാൽ മാത്രം. മധുസാറിന് 50 ലക്ഷം വലിയ തുകയാണോ? ആരോട് ചോദിച്ചാലും കണ്ണടച്ചു തരും. അയാളുടെ വ്യാകുലതകളെ അവൾ നിസാരമാക്കി കളഞ്ഞു. എന്തിന്, ഏട്ടന്മാരോട് ചോദിച്ചാൽ മതിയല്ലോ. അവിടെയാണ് പ്രശ്നം. എന്തു പറഞ്ഞ് ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും മുന്നിൽ ചെന്ന് ഞാൻ കൈനീട്ടും? നാളിതുവരെയുള്ള സമ്പാദ്യമൊക്കെ എവിടെയെന്ന് അവർ ചോദിക്കില്ലേ? വീട് വെച്ചതിൻ്റെ കണക്കുപോലും പറയാൻ പറ്റില്ല. ആകെയുള്ളത് മകളുടെ അഡ്മിഷനും പഠന ചെലവുമാണ്. MBBSനൊന്നുമല്ലല്ലോ അഡ്മിഷൻ വാങ്ങിയത്. എനിക്ക് ഈ വീട് വാങ്ങിത്തന്നത് മണ്ടത്തരമായി തോന്നുന്നുണ്ടോ? ഞാനെങ്ങനെ പറഞ്ഞോ? എനിക്ക് ലയയുടെ കല്യാണം നടത്തണം. അതിപ്പോൾ എന്നെ സഹായിക്കാൻ കഴിയുന്നത് നിനക്കാ. അത് പ്രതീക്ഷിച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വരദ പെട്ടെന്ന് അയാളുടെ നെഞ്ചിൽ നിന്നു മാറി എഴുന്നേറ്റിരുന്നു. മധുസാർ എന്താ പറയുന്നത്? ഞാനെങ്ങനെ സഹായിക്കുമെന്നാ? അവൻ അജ്ഞത നടിച്ചു. അയാൾ എഴുന്നേറ്റിരുന്നു. നല്ലൊരു തുക നിന്റെ കയ്യിലില്ലേ? മോളുടെ കല്യാണത്തിന് വേണ്ടിയല്ലേ നീ അത് ബാങ്കിലിട്ടിരിക്കുന്നത്? അതിൽ നിന്ന് 50 ലക്ഷം രൂപ നീ എനിക്ക് താ. എത്രയും വേഗം ഞാനത് മടക്കിത്തരാം. വരദയ്ക്കത് ഇഷ്ടമായില്ലെന്ന് അവളുടെ മുഖത്തു നിന്നും വ്യക്തമായി. അടുത്ത ലക്കത്തിൽ കഥ തുടർന്ന് കേൾക്കാം. ദയവായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കണമെന്നും അപേക്ഷിക്കുന്നു. മുരളി നെല്ലനാട് നോവൽസിന് വേണ്ടി പ്രവീണ.